സിമന്റ് ഫാക്ടറിയുടെ തട്ടിപ്പ് നടന്നു. പൊന്മളയാണ് നേതൃത്വം നൽകിയത്. സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിൽ ലക്ഷങ്ങൾ ആളുകളെ പറ്റിച്ചെടുത്തു. പിന്നെയും തട്ടിപ്പുകൾ നടന്നു. ദേവഗൌഡയെ കൊണ്ടുവന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തറക്കല്ലിട്ടു. തട്ടിപ്പ് നടന്നു. മാളയിൽ തൃശൂർ ജില്ലയിൽ കമാലിയ മെഡിക്കൽ കോളേജ് കോടികളുടെ തട്ടിപ്പ് നടന്നു. ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് കാന്തപുരം പത്രസമ്മേളനം നടത്തി താൽക്കാലികമായി രക്ഷപ്പെട്ടു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് മുനീർ ഹാജിയെയും പുത്തൂർ മജീദിനെയും മുന്നിലിട്ടുകൊണ്ട് റിയൽ ഗ്രൂപ്പിന്റെ തട്ടിപ്പ് നടന്നു. അവിടെയും നല്ല സലാമത്തായി. കുറ്റിപ്പുറത്തുകാരൻ അബ്ദുന്നൂറിനെ മുന്നിൽ നിർത്തിയിട്ട് കാന്തപുരവും കാന്തപുരത്തിന്റെ മകനും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി. അവിടെയും താൽക്കാലികമായി കുടുങ്ങിയില്ല. കേരളത്തിന്റെ ഒരു മനഃശാസ്ത്രം അല്ലെങ്കിൽ തന്റെ അനുയായികളുടെ തക്ബീർ ധ്വനികളുടെ കരുത്ത് കാന്തപുരം തിരിച്ചറിഞ്ഞു. ഏത് തട്ടിപ്പിലും കുടുങ്ങുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുടിയുടെ തട്ടിപ്പ്, മുടിപ്പള്ളിയുടെ തട്ടിപ്പ്. ആ മുടിപ്പള്ളിയുടെ ചുറ്റുഭാഗത്ത് ടൗൺഷിപ്പ് എന്ന പേരിൽ മാപ്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയില്ലേ? എവിടെ മാപ്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി? എവിടെ? അതിന്റെ പേരിൽ ലക്ഷങ്ങൾ പിരിച്ചെടുത്തത് എവിടെ? പിന്നീട് നോളജ് സിറ്റി എന്ന് പറഞ്ഞു. എന്തേ ഇതൊക്കെ മാറ്റി പറയേണ്ടി വരുന്നത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഷേറെ മുബാറക് മസ്ജിദ് എന്ന പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. എവിടെ SSF-കാരാ ഇപ്പോ ആ ബോർഡുകൾ ഉള്ളത്? പാവപ്പെട്ട SSF-കാര് പോക്കറ്റിൽ ഫോട്ടോ സൂക്ഷിച്ചു, വീട്ടിൽ കെട്ടിത്തൂക്കി ഫ്രെയിം ചെയ്ത ഫോട്ടോ വാഹനത്തിലും ബറക്കത്തിനു വേണ്ടി നമ്മളൊക്കെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഫോട്ടോ വെക്കുന്നത് പോലെ, മദീന മുനവ്വറയുടെ ഫോട്ടോ വെക്കുന്നത് പോലെ, സുബ്ഹാനല്ലാഹ്, മുസ്ലിം ഭവനങ്ങളിൽ കഅബയുടെ ഫോട്ടോ വെക്കുന്നുവെങ്കിൽ കഅബാലയത്തിന് പ്രാധാന്യമുണ്ട്. കഅബയുണ്ട്, അത് മക്കയിലാണ്. മദീനയുടെ ഫോട്ടോ വെക്കുന്നുവെങ്കിൽ മദീനയിൽ മദീന മുനവ്വറയുണ്ട്, അത് മുത്തുനബി എവിടെയാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഷേറെ മുബാറക് മസ്ജിദിന്റെ ഫോട്ടോ കഅബയേക്കാൾ മദീന മുനവ്വറയേക്കാൾ ബഹുമാനത്തോടുകൂടെ വീട്ടിലും വാഹനത്തിലും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന SSF-കാരെ എവിടെയാണ് ആ പള്ളി? എവിടെയാണ് ആ പള്ളി? ആ പള്ളിക്ക് എന്താണ് പ്രത്യേകത? ഒരു കാലത്ത് നിങ്ങളുടെ നേതാവും നിങ്ങളും പറഞ്ഞു ഷേറെ മുബാറക് തിരുകേശം സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രം. തറക്കല്ലിടുന്ന അന്ന് തറക്കല്ലിടൽ മാമാങ്കത്തിൽ കാന്തപുരം തിരുത്തി പറഞ്ഞു, പള്ളിയുടെ പേര് മാറ്റി ഷേറെ മുബാറക് മസ്ജിദ് മസ്ജിദുൽ ആസാറാക്കി. മറ്റൊരു കാര്യം കൂടെ കാന്തപുരം പറഞ്ഞു, മുടി ഒരിക്കലും പള്ളിയിൽ സൂക്ഷിക്കുകയില്ല. ആദ്യം പറഞ്ഞത് പള്ളിയുടെ ഏറ്റവും വലിയ കുബ്ബയുടെ ചുവട്ടിൽ, ഏറ്റവും വലിയ താഴികക്കുടത്തിന്റെ ചോട്ടിൽ പ്രത്യേകമായ സംവിധാനത്തോടുകൂടെ പ്രത്യേകമായ പ്രൊട്ടക്ഷനോടുകൂടെ മുടി സൂക്ഷിക്കുമെന്നാണ്. പിന്നെ കാന്തപുരം പറഞ്ഞു മുടി മ്യൂസിയത്തിലാണ്, മുടി ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ്. ഒരുപക്ഷെ കാന്തപുരവും മനസ്സിലാക്കി അള്ളാന്റെ പള്ളിയിൽ വെക്കാൻ പറ്റുന്ന മുടിയല്ല ഇത്, ഏതോ ആക്രി കച്ചവടക്കാരന്റെ മുടി. അതൊക്കെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കുന്നത് അത് തന്നെയാ നല്ലത്. ആ മ്യൂസിയത്തിലേക്കുള്ള വകകളാ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊക്കെ സമ്പത്ത് തട്ടിയെടുക്കാനുള്ള ഏറ്റവും വലിയ കുതന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന സ്വന്തം അനുയായികള്, സഖാഫിമാര്, സഅദിമാര്, അഹ്സനിമാര്, SSF-കാര് ആയിരക്കണക്കിന് ആളുകളാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുത്തൊഴുക്ക് തുടങ്ങും. SSF-ന്റെ ത്രിവർണ്ണ പതാകയുമേന്തി ഇപ്പൊ കാന്തപുരത്തിന് സിന്ദാബാദ് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. കൂടുതൽ താമസിയാതെ ആ പതാക കൊണ്ട് തന്നെ കാന്തപുരത്തിനെതിരെ മുർദാബാദ് വിളിക്കുന്ന കാലം അതിവിദൂരത്തല്ല. ഇൻഷാ അല്ലാഹ് കാത്തിരുന്നു കാണാം. നമ്മുടെ പരിപാടി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,